നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യമനി സയാമീസ് ഇരട്ടകളായിരുന്ന സൽമാന്റെയും അബ്ദുള്ളയുടെയും വേർപെടുത്തൽ ശസ്ത്രക്രിയ പൂർത്തിയായി. സൗദി തലസ്ഥാന നഗരിയായ റിയാദിലെ നാഷണൽ ഗാർഡ് മന്ത്രാലയത്തിലെ റിയാദ് കിങ് അബ്ദുള്ള സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ഡോക്ടർ അബ്ദുള്ള അൽ റബീഅയുടെ നേതൃത്വത്തിലാണ് വേർപെടുത്തൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയത്. 6 ഘട്ടങ്ങളിലായി 8 മണിക്കൂറാണ് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിവന്നത്. ഡോക്ടർമാരും നഴ്സുമാരും ടെക്നീഷ്യന്മാരുമായി 35 പേരാണ് ഈ ശസ്ത്രക്രിയയിൽ പങ്കാളികളായത്. കൂടുതലറിയാം പ്രവാസി മലയാളിയിലൂടെ. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യൂ. ഏറ്റവും പുതിയ പ്രവാസി വാർത്തകൾ നിങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ ലഭിക്കും. സോ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ പ്രവാസികളെ സംബന്ധിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളുമായി പങ്കുവെക്കേണ്ട വല്ല വാർത്തകളോ വീഡിയോകളോ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അയച്ചു തരൂ. ഈ ചാനൽ അത് പ്രക്ഷേപണം ചെയ്യാം. അയക്കേണ്ട മെയിൽ ID pravasiviശേഷങ്ങൾ@gmail.com. കൂടുതൽ വാർത്തകളിലേക്ക്. മൂത്രാശയം, വൻകുടൽ, ചെറുകുടൽ എന്നിവ പങ്കിടുന്ന അവസ്ഥയിലായിരുന്നു ഇരട്ടകളെന്ന് ഡോക്ടർ അൽ റബീഅ പറഞ്ഞു. ആന്തരികാവയവങ്ങൾ വേർപെടുത്തുന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. വേർപെടുത്തൽ ശസ്ത്രക്രിയ വിജയകരമായാണ് പൂർത്തിയാക്കിയത്. ജീവിതത്തിൽ ആദ്യമായി 2 കുട്ടികളും വെവ്വേറെ കിടക്കകളിൽ ഉറങ്ങിയെന്നും ഡോക്ടർ റബീഅ പറഞ്ഞു. സ്പെഷ്യലിസ്റ്റുകൾ വഴി ജനിതക വ്യവസ്ഥയുടെ പുനഃസ്ഥാപനമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. 1990 മുതലാണ് സയാമീസ് ഇരട്ടകളെ വേർപെടുത്തുന്ന ശസ്ത്രക്രിയാ പദ്ധതി സൗദി അറേബ്യ ആരംഭിച്ചത്. ഇതിനകം 55 വേർപെടുത്തൽ ശസ്ത്രക്രിയകൾ നടത്തിയിട്ടുണ്ട്. യമനിൽ നിന്നുള്ള 8ാമത്തെ സയാമീസ് ഇരട്ടകളാണ് സൽമാനും അബ്ദുള്ളയുമെന്ന് ഡോക്ടർ റബീഅ കൂട്ടിച്ചേർത്തു. സൽമാനെയും അബ്ദുള്ളയെയും വേർപെടുത്തുന്ന ശസ്ത്രക്രിയ വിജയകരമാക്കിയതിലുള്ള സന്തോഷം കുട്ടികളുടെ പിതാവ് യൂസഫ് അൽ മിലീഹി പ്രകടിപ്പിച്ചു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആശുപത്രിയിൽ വെച്ച് ഡോക്ടർ അബ്ദുള്ള അൽ റബീഅയെ പിതാവ് ആശ്ലേഷിച്ചു. സൗദി അറേബ്യ എല്ലാവർക്കും അഭിമാനമാണ്. രാജ്യത്തിന്റെ ഭരണ നേതൃത്വത്തിനും മെഡിക്കൽ സംഘത്തിനും സൗദി ജനതയ്ക്കും നന്ദി പറയുന്നു. എനിക്കുള്ള സന്തോഷം വിവരണാതീതമാണ്. ദൈവത്തിന് സ്തുതി നേരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സൽമാൻ രാജാവിന്റെ നിർദ്ദേശപ്രകാരം യമൻ സയാമീസ് ഇരട്ടകളായ മവദ്ദയെയും റഹ്മയെയും വേർതിരിക്കുന്ന ശസ്ത്രക്രിയ 2022 ജൂലൈയിൽ നടന്നിരുന്നു. റിയാദിലെ കിങ് അബ്ദുള്ള സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ഡോക്ടർ അബ്ദുള്ള അൽ റബീഅയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ ശസ്ത്രക്രിയയും നടന്നിരുന്നത്. യമനിലെ ഏദൻ ഗവർണറേറ്റിൽ നിന്നുള്ളവരായിരുന്നു അന്നത്തെ ആ ഇരട്ടക്കുട്ടികൾ. സൗദി റോയൽ കോർട്ട് ഉപദേശകനും കിങ് സൽമാൻ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ആൻഡ് റിലീഫ് സെന്റർ ജനറൽ സൂപ്പർവൈസറും മെഡിക്കൽ ആൻഡ് സർജിക്കൽ ടീം തലവനുമായ ഡോക്ടർ അബ്ദുള്ള ബിൻ അബ്ദുൽ അസീസ് അൽ റബീഅ പത്രക്കുറിപ്പിലൂടെയാണ് അന്ന് ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നത്. ടെക്നീഷ്യന്മാർക്കും നഴ്സിംഗ് എയ്ഡർമാർക്കും പുറമെ 28 ഡോക്ടർമാരും സ്പെഷ്യലിസ്റ്റുകളും പങ്കെടുക്കുന്ന ശസ്ത്രക്രിയയും 6 ഘട്ടങ്ങളിലായിരുന്നു നടന്നിരുന്നത്. അന്ന് യമനി സയാമീസ് ഇരട്ടകൾ പെൺകുട്ടികളായിരുന്നു. ഇന്നിപ്പോൾ വേർപെടുത്തൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയായതോടെ ജീവിതത്തിൽ ആദ്യമായി സൽമാനും അബ്ദുള്ളയും വെവ്വേറെ കിടക്കകളിൽ ഉറങ്ങിയെന്നും ഡോക്ടർ റബീഅ പറയുന്നു. രാജ്യത്തെ മെഡിക്കൽ ടീമിനും ആരോഗ്യ മേഖലയ്ക്കും നൽകുന്ന മികച്ച പിന്തുണയ്ക്ക് ഇരുഹറം സൂക്ഷിപ്പുകാരും കിരീടാവകാശിക്കും തന്റെ പേരിലും മെഡിക്കൽ സർജിക്കൽ ടീം അംഗങ്ങൾക്ക് വേണ്ടിയും ഡോക്ടർ അൽ റബീഅ നന്ദി പറഞ്ഞു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.